നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കന്നുകാലി വിൽപ്പന നിയന്ത്രണത്തിന് മദ്രാസ് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേന്ദ്രത്തിന് കോടതിയുടെ വിമർശം. നടപടിയിൽ കേന്ദ്ര സർക്കാരിനും തമിഴ്നാട് സർക്കാരിനും നോട്ടീസ്. ബാബറി മസ്ജിദ് കേസിൽ ബിജെപിക്ക് വൻ തിരിച്ചടി. LK അദ്വാനി അടക്കമുള്ള നേതാക്കൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി. നേതാക്കളുടെ വിടുതൽ അപേക്ഷ ലക്നൌ കോടതി തള്ളി. രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് ഉമാഭാരതിയും സാക്ഷി മഹാരാജും. സർക്കാരും സെൻകുമാറും വീണ്ടും നേർക്കുനേർ. സെൻകുമാറിന്റെ ഗൺമാനെ മാറ്റിയത് 15 വർഷം ഒപ്പമുണ്ടായിരുന്ന ഗ്രേഡ് SIയെ. പോലീസിൽ ഇന്റേണൽ വിജിലൻസ് സെൽ പുനഃസ്ഥാപിച്ച DGP. ചുമതല ADGP നിതിൻ അഗർവാളിന്. EP ജയരാജനെതിരായ ബന്ധു നിയമന കേസ് അവസാനിപ്പിക്കുന്നുവെന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ. ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ശങ്കർ റെഡ്ഡിയുടെ നിയമന കേസും അവസാനിപ്പിക്കുന്നതായി വിജിലൻസ് ഹൈക്കോടതിയിൽ. മന്ത്രിസഭാ തീരുമാനത്തിൽ ഇടപെടേണ്ട കാര്യമില്ലെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. കൊച്ചി ജല മെട്രോയുടെ ജനറൽ കൺസൾട്ടന്റായി എയ്കോം കൺസോർഷ്യത്തെ നിയമിച്ചു. കൺസൾട്ടൻസി കരാർ 38 കോടി രൂപയ്ക്ക്. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് ഉടൻ കേന്ദ്ര അനുമതി ലഭിക്കുമെന്ന് MD ഏലിയാസ് ജോർജ്. മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ജർമ്മനി മുഖ്യ പങ്കാളിയാകുമെന്ന് പ്രധാനമന്ത്രി. നരേന്ദ്രമോദിയുടെ ജർമ്മൻ സന്ദർശനം തുടരുന്നു. ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ 8 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. ബാബറി കേസ് വീണ്ടും വരുമ്പോൾ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങി 12 പേർക്ക് ലഖ്നൌവിലെ CBI കോടതി ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി. 12 പ്രതികളും നൽകിയ വിടുതൽ അപേക്ഷ കോടതി തള്ളി. പ്രതികൾക്കെല്ലാം ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ബാബറി മസ്ജിദ് തകർത്തതിലെ ഗൂഢാലോചന കേസ് നിലനിൽക്കില്ലെന്ന വാദം തള്ളിയാണ് ലഖ്നൌവിലെ CBI കോടതി BJP VHP നേതാക്കൾക്കെതിരെ കുറ്റം ചുമത്തിയത്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, വിനയ് കത്യാർ, സാധ്വി റിതംബര, വിഷ്ണു ഹരി ഡാൽമിയ തുടങ്ങി 12 നേതാക്കൾ ഇന്ന് ചുമത്തിയ കുറ്റങ്ങൾ പ്രകാരം വിചാരണ നേരിടണം. ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പുറമെ മതസ്പർദ്ധ വളർത്തൽ, ആരാധനാലയം നശിപ്പിക്കൽ, കലാപം ലക്ഷ്യമിട്ടുള്ള പ്രസംഗം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. കുറ്റങ്ങൾ കോടതിയിൽ നിഷേധിച്ച് അദ്വാനി അടക്കമുള്ളവർ നൽകിയ വിടുതൽ അപേക്ഷ പ്രത്യേക കോടതി ജഡ്ജി SK യാദവ് തള്ളി. അതേസമയം അദ്വാനി ഉൾപ്പെടെ എല്ലാ പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. 20,000 മുതൽ 50,000 രൂപ വരെ വ്യക്തിഗത ബോണ്ടിലാണ് ജാമ്യം. കുറ്റം ചുമത്തപ്പെട്ട കേന്ദ്ര ജലവിഭവ മന്ത്രി ഉമാഭാരതി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. എന്നാൽ ദൈവത്തിന്റെ കേസിൽ ദൈവത്തിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നതെന്ന് ഉമാഭാരതി പറഞ്ഞു. ये तो खुला आंदोलन था, जैसे इमरजेंसी के खिलाफ आंदोलन हुआ था वैसा था ये तो। अब इस आंदोलन में क्या साजिश थी मुझे पता नहीं ना अभी। तो माननीय कोर्ट को मैं मानती हूँ, तो मैं तो कोर्ट का सम्मान रखने के लिए आ गई हूँ, क्योंकि मैं कोर्ट की इज्जत करती हूँ. भगवान के मामले में हम भगवान से ही उम्मीद रखते हैं, और चूंकि मैंने पूरी आस्था से भागीदारी की है तो मैं अपने आप को अपराधी भी नहीं मानती हूँ. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകാനുള്ള LK അദ്വാനിയുടെയും ഉപരാഷ്ട്രപതിയാകാനുള്ള മുരളി മനോഹർ ജോഷിയുടെയും അവസാന പ്രതീക്ഷയും ഇല്ലാതാക്കിക്കൊണ്ടാണ് വിചാരണ കോടതി നടപടി. അതിനിടെ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകാനെത്തിയ അദ്വാനിയെയും ജോഷിയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗസ്റ്റ് ഹൌസിൽ സന്ദർശിച്ചു. 2001 വിചാരണ കോടതിയും 2010 അലഹബാദ് ഹൈക്കോടതിയും റദ്ദാക്കിയ ഗൂഢാലോചന കുറ്റം പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടതാണ് കേസിൽ വഴിത്തിരിവായത്. 25 വർഷത്തിലധികം കാലപ്പഴക്കമുള്ള ബാബറി കേസിൽ ഇനിയും കാലതാമസമുണ്ടാകരുതെന്നാണ് സുപ്രീം കോടതി നൽകിയിരുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ 2 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. BJP നേതാവ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ, ശ്രീ നീലലോഹിതദാസൻ നാടാർ തിരുവനന്തപുരത്ത്, ശ്രീ B. ശിവദാസൻ CPM നേതാവ് എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസ് നേതാക്കളെ ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ PS ശ്രീധരൻപിള്ള, പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ, മുതിർന്ന നേതാക്കളും കേന്ദ്ര സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയും ആണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കേസാണ്, നിസ്സാരമായ കേസല്ല, നിസ്സാരമായ കുറ്റങ്ങളുമല്ല. പാർട്ടിക്കും നേതാക്കൾക്കും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടുമുള്ള വലിയ തിരിച്ചടിയല്ലേ ഇപ്പോഴത്തേത്? ഒരിക്കലുമല്ല. ഇത്
സനീഷ, അപ്രതീക്ഷിതമായുള്ള കാര്യമല്ലല്ലോ. കാരണം നേരത്തെ ഒരു ഹൈക്കോടതി തന്നെയാണ് ഗൂഢാലോചന കുറ്റത്തിന് വേണ്ട ഒരു മെറ്റീരിയലും ഇല്ല എന്ന് കണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒഴിവാക്കിക്കൊണ്ട് അവരെ വിടുതൽ ചെയ്തുകൊണ്ട് വിധി പ്രഖ്യാപനം നടത്തിയത്. സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നു അത് വിചാരണ ചെയ്ത് തീരുമാനിക്കേണ്ട ഒന്നാണ്, അതുകൊണ്ട് വിചാരണ നടത്തി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം നിശ്ചയിച്ച് 2 കൊല്ലത്തുള്ളിൽ തീർക്കണമെന്നുള്ള നിഷ്കർഷയോടുകൂടി അത് ഡിസ്പോസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഹാജരാവണം. അപ്പോൾ അങ്ങനെ ഹാജരാകുമ്പം നിരപരാധികളായതുകൊണ്ട് അവർ കൊടുക്കുന്ന ജാമ്യാപേക്ഷയിലും വിടുതൽ ഹർജിയിലുമൊക്കെ വിടുതൽ വേണം എന്ന് ആവശ്യപ്പെടാം. അതിനവർക്ക് അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞൊരു കാര്യത്തിൽ വിടുതൽ അവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അവർ പോയിട്ടുള്ളത്. അപ്പം ട്രയൽ തുടങ്ങാൻ പോകുന്നു. ആ ട്രയലിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ സാധിക്കും. അതുവരെ ഈ ട്രയൽ നടക്കും എന്നുള്ളതിനപ്പുറത്ത് ഇതിൽ എന്ത് പ്രത്യാഘാതമാണ് ഇന്നത്തെ ഈ വിധികൾ ഉണ്ടായിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇപ്പോൾ ഇതൊരു വിവാദമാക്കി വിവിധ ചാനലുകളും നമ്മുടെ സമൂഹവും ഒക്കെ ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും BJPക്ക് ഒരു തിരിച്ചടിയുമില്ല. ഇതെന്താണോ ഇന്നലെ ഉണ്ടായിരുന്നത്, മിനിഞ്ഞാന്നുണ്ടായിരുന്നത്, അതേ ലീഗൽ പൊസിഷനിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് സനീഷ് ചോദ്യം അപ്രസക്തമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആ ചോദ്യവും വിഷയവും അപ്രസക്തമാണ് എന്ന നിലക്ക് തന്നെയാണ് ദേശീയ നേതാക്കളും നേരത്തെ പ്രതികരിച്ചത്. അഡ്വക്കേറ്റ് ജയശങ്കർ, അപ്രതീക്ഷിതമല്ല ഇത്. നേരത്തെ ഗൂഢാലോചനയ്ക്കുള്ള തെളിവുകളില്ല എന്ന് കണ്ട് ഒരു കോടതി തന്നെയും തള്ളിക്കളഞ്ഞതാണ്. ഇത് സ്വാഭാവികമായിട്ടും ഇനി നടക്കാൻ പോകുന്നത് വിചാരണയിലൂടെ പോയി കൂടുതൽ കൃത്യമായിട്ടൊരു വിധി, തങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാവുകയാണ് ചെയ്യുക. ആ അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. 2 വർഷം എന്ന കാലപരിധി ഈ കേസ് വിധി പറയുന്നത് സംബന്ധിച്ച് കോടതി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് BJP നേതൃത്വം ഈ കാര്യങ്ങളെ കാണുന്നു. വലിയ ഗൗരവത്തോടെ അത് കാണുന്നില്ല എന്ന നിലക്ക് തന്നെ എടുക്കാൻ പറ്റുമോ രാജ്യത്തിന് ഈ പ്രധാനപ്പെട്ട കേസിലെ ഇപ്പോഴത്തെ നടപടികളെ? അങ്ങനെ പറയാൻ കഴിയില്ല. പോസിറ്റീവായിട്ട് എടുക്കാനാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു വിടുതൽ ഹർജിയുമായിട്ട് നേരത്തെ അല്ലെങ്കിൽ കേസ് റദ്ദാക്കണമെന്ന ആവശ്യമായിട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇത് എത്രയോ മുമ്പ് ഇതിൻ്റെ വിചാരണ കഴിഞ്ഞ് അദ്വാനിയും ജോഷിയും ഒക്കെ നിരപരാധിത്വം തെളിയിച്ച് സുസ്മേരവധനായി നമ്മുടെ മുമ്പിൽ വന്നേനെ. അങ്ങനെയാണെങ്കിൽ ഇത്ര ബന്ധപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം വിചാരണ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തെ നിയമം നമുക്കറിയാം, അതിൻ്റെ പരാധീനത നമുക്കറിയാം. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ്, 4 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതിനി കോടതിയിൽ തെളിയിക്കുക അത്ര എളുപ്പമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പട്ടാപ്പകൽ പൊതുനിരത്തിൽ വെച്ച് ഒരാളെ വെട്ടിക്കൊന്ന കേസ് പോലും കോടതി തെളിവില്ല, തെളിവുകൾ ശങ്കാഭംഗിലമാണ് എന്ന് പറഞ്ഞ് വിടുന്ന രാജ്യമാണ് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ. അങ്ങനെ ഒരുപാട് പരാധീനതകളുണ്ട്, പരിമിതികളുണ്ട്. ഇതുപോലെ പ്രബലരായ ആളുകൾക്കെതിരായിട്ടുള്ള കുറ്റാരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ വിഷയം രാഷ്ട്രീയമാണ്. നിയമപരമായ കാര്യത്തെക്കാളും രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടൊരു വിഷയമുണ്ട്. രാഷ്ട്രീയമായിട്ട് BJP സംബന്ധിച്ചിടത്തോളം ബാബറി മസ്ജിദ് പൊളിച്ചത് ഒരു വലിയ സൽകൃത്യമാണ് എന്നാണ് അവർ അഭിമാനിക്കുന്നത്. ഓരോ വർഷവും നമുക്കറിയാം BJPക്കാർ ഈ ഡിസംബർ 6 സ്വാഭിമാന ദിനമായിട്ടൊക്കെ ആഘോഷിച്ചിരുന്നു. വളരെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് കാണുന്നില്ല. നടത്താത്താണോ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്താണോ എന്നറിയില്ല. ഒരു വിജയാഹ്ലാദം അന്ന് മുതൽക്ക്, ആ ഡിസംബർ 6 മുതൽക്ക് എല്ലാ ഡിസംബർ 6-ാം തീയതിയും ഇവരെ ആഘോഷിക്കുകയും മറ്റൊരു ദുഃഖാചരണം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ നാടായ ആലുവയിൽ ഇതെല്ലാ കൊല്ലവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ അത് BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് ഒരു വലിയ നേട്ടമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ധാർമ്മികമായിട്ട് ഇതൊരു വലിയ ചോദ്യം വരുന്നുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, മുരളി മനോഹർ ജോഷി അതുപോലെ LK അദ്വാനി, അങ്ങനെ 2 പ്രബലരായ നേതാക്കൾ ഇതുപോലെ ഒരു കുറ്റാരോപണത്തെ തുടർന്ന് കോടതിയെ അഭിമുഖീകരിക്കുന്നു. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമോ എന്ന ചോദ്യത്തിലേക്ക് പോകുന്നു. ചെറിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെ മാത്രമല്ല, അദ്വാനിയെ സംബന്ധിച്ചുള്ള ഇദ്ദേഹം ഇത്തവണ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും സാധ്യത ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അടഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഉമാഭാരതി ഇപ്പോഴും കേന്ദ്രമന്ത്രിയായി തുടരുകയാണ്. ഇത്ര വലിയ പ്രമാദമായൊരു കേസിൽ കുറ്റാരോപണം നേരിടുന്ന അല്ലെങ്കിൽ വിചാരണ നേരിടുന്ന ഒരു വ്യക്തി മന്ത്രിയായി തുടരുന്നതിൻ്റെ ധാർമ്മികതയുണ്ട്. ഇതിനൊക്കെ BJPയും കേന്ദ്ര സർക്കാരും ഉത്തരവാദിത്വം പറയേണ്ടതാണ്. തീർച്ചയായിട്ടും പറയണം. കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കുകയോ വിചാരണയിൽ കോടതി വെറുതെ വിടുകയൊക്കെ ചെയ്യുന്ന വേറെ കാര്യമാണ്. അതിപ്പോൾ 2 കൊല്ലത്തിനപ്പുറം നടക്കാനിരിക്കുന്ന കാര്യമാണ്. 2 കൊല്ലത്തിൽ വിചാരണ പൂർത്തിയാവുന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല നമ്മുടെ സംവിധാനമായതുകൊണ്ട്. 2 കൊല്ലത്തിൽ പൂർത്തിയാവുന്നതന്നെ വിചാരിക്കുക. പക്ഷേ ഈ 2 കൊല്ലത്തേക്ക് ഉമാഭാരതിയെ പോലെ ഒരാൾ കേന്ദ്രമന്ത്രിസഭയിൽ തുടരുന്നത് ഉചിതമാണോ? അത് BJPയെ പോലൊരു പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവർ പറയുന്ന ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം ഈ ചർച്ച പ്രസക്തമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചർച്ച പ്രസക്തമാണ് ശ്രീ V ശിവദാസൻ. പക്ഷേ ഇക്കാര്യത്തിൽ ഉള്ള ഒരു കാര്യം, ഇത് സംബന്ധിച്ച് ആദ്യം വന്ന പ്രതികരണങ്ങളിൽ 2 ആളുകളുടേത്, ഉമാഭാരതിയുടേത് ഞാൻ
എന്തെങ്കിലും തെറ്റ് ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല, ദൈവത്തിൻ്റെ കാര്യമാണിത്, ദൈവം തീരുമാനിക്കട്ടെ എന്ന നിലപാടിനൊപ്പം അവർ പറഞ്ഞൊരു കാര്യം രാമക്ഷേത്ര നിർമ്മാണം എന്നതിനെ തടയാൻ ആർക്കുമാവുകയില്ല എന്നാണ്. സാക്ഷി മഹാരാജ് അല്പസമയത്തിന് ശേഷം പറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണം തടയാൻ ലോകത്തെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ 2 വർഷം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസ് വിചാരണ നടക്കുന്ന ഈ 2 വർഷം രാമക്ഷേത്ര നിർമ്മാണം എന്ന അജണ്ടയെ കൂടി മുന്നോട്ട് വെക്കുന്ന ഒന്നായിരിക്കും. രാമക്ഷേത്ര നിർമ്മാണം സർക്കാരിൻ്റെയും BJPയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളിലൊന്നാണ്. ആ അർത്ഥത്തിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നതിനെ സ്ഥാപിക്കാനുള്ള ഒരു അവസരം കൂടിയായി BJPക്ക് ഉപയോഗിക്കാനാകുന്ന ഒരു കാര്യമില്ലേ പോസിറ്റീവായിട്ട് നോക്കിയാൽ? ഇതിൽ കോടതി ഈ നേതാക്കന്മാർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതിനു പുറമെ കോടതി പ്രയോഗിച്ച ഒരു വാചകം, ഈ കുറ്റം ക്രൈം വിച്ച് ഷുക്ക് ദ സെക്യുലർ ഫാബ്രിക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ നാഷൻ, ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മതേതര സ്വഭാവത്തെ, മതനിരപേക്ഷ സ്വഭാവത്തെ തന്നെ സ്വഭാവത്തിന് ആഘാതം ഏൽപ്പിക്കുന്നതാണ് എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് തന്നെ ആഘാതമേൽപ്പിക്കുന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് ഇന്ത്യയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. ഒരാൾ കേന്ദ്രമന്ത്രിയാണ്, ഗംഗാ നദി ശുദ്ധീകരിക്കാനാണ് അവരെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രിസഭ ചെറിയ തോതിലെങ്കിലും ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ളൂ. 2, അദ്വാനി എഴുതിയിട്ടുള്ള മൈ കൺട്രി മൈ ലൈഫ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, അതിനകത്ത് അദ്ദേഹം അതിൻ്റെ 873-ാമത്തെ പേജിൽ ഈ രഥയാത്രക്കും അതുപോലെ കർസവേയുടെ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഏറ്റവും ഊർജ്ജസ്വലനായി നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് പള്ളി പൊളിക്കുന്നതിന്, കർസേവക്ക്, രഥയാത്രക്ക് എല്ലാം പിന്നിൽ നിന്ന് പ്രവർത്തിച്ച, മുന്നിലും പിന്നിലും എല്ലാ അർത്ഥത്തിലും ഓർഗനൈസ് ചെയ്തിട്ടുള്ള പ്രവർത്തകനാണ് നരേന്ദ്രമോദി എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്വാനിയുടെ രാഷ്ട്രപതി പദവിയിലേക്കുള്ള വരവിനെ തടഞ്ഞു നിർത്താനോ എന്തോ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അവരിൽ തന്നെയുള്ള ചില ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വാദഗതിയൊക്കെയാണത്. അതിനുവേണ്ടി മോദിയുടെ ശ്രമമുണ്ട് എന്നുള്ളതൊക്കെ ആക്ഷേപങ്ങൾ നിൽക്കുന്നു. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഇതാണ്, മോദി കൂടി പള്ളി തകർക്കാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വത്തിൽ നിന്നയാളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ തകർക്കുന്നതിന് വേണ്ടി അതിനെ വെല്ലുവിളിക്കാൻ നിന്നിട്ടുള്ള ഒരാൾ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നുവെന്ന് നാം കാണുന്നു. രണ്ടാമത് ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള ആൾ കോടതിയുടെ വിധിയെ ഒരു മറയുമില്ലാതെ പരസ്യമായി തന്നെ അവഹേളിക്കുന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നു. ദൈവത്തിന് വേണ്ടിയാണ് ചെയ്തത്, ദൈവത്തിനാണ് ശിക്ഷിക്കാനുള്ള അധികാരമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ ആ സ്വാമി, ആ പെൺകുട്ടി പെൺകുട്ടിയുടെ കൃത്യത്തിന് വിധേയമായിട്ടുള്ള ആ സ്വാമിയും പറഞ്ഞിട്ടുള്ളത് ദൈവത്തിന് വേണ്ടി, ദൈവമാണ് കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഉമാഭാരതിയും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു പോക്ക് രാജ്യത്ത് അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷം സൃഷ്ടിക്കും. അതുകൊണ്ട് ഈ അപകടത്തെ ജനങ്ങളാകെ തിരിച്ചറിയേണ്ടത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PS ശ്രീധരൻപിള്ള അദ്ദേഹം പറഞ്ഞതിലെ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തെ മാറ്റി നിർത്തുക, അത് അദ്വാനിയുടെ പുസ്തകത്തിലുണ്ടെന്ന നിലക്കാണല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യം, അതായത് ഇത് രാജ്യത്തിൻ്റെ ഭരണഘടനയിലെ മതേതരത്വത്തെ ഷോക്ക് ചെയ്യിച്ച, ആഘാതമേൽപ്പിച്ച സംഭവമായിരുന്നു ഈ ബാബറി മസ്ജിദ് തകർക്കൽ എന്നത് സുപ്രീം കോടതിയുടെ പരാമർശമാണ്. അങ്ങനെ മതേതരത്വത്തിന്, ഭരണഘടനയ്ക്ക് ആഘാതമേൽപ്പിച്ച ഒരു സംഭവം, ആ സംഭവത്തിൻ്റെ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്ന ഒരാൾ രാജ്യത്തൊരു മന്ത്രിയായിരിക്കുന്നു എന്നത് പ്രാഥമികമായി നോക്കുമ്പോൾ തന്നെയും ശരിയല്ലായ്മ തോന്നലുണ്ടാക്കുന്ന കാര്യമല്ലേ? അവർ ഉമാഭാരതി ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക എന്ന ഇതിനകം തന്നെ കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം ശരിയാണ്, അവർ മാറി നിൽക്കേണ്ടതാണ് എന്ന് വരികയില്ലേ? ഇതിലൊരു ചരിത്രം പറയാൻ കൂടി അല്പസമയം നിങ്ങളെനിക്ക് തരണം, അല്ലാതെ നിങ്ങൾ ചോദിക്കുന്നതിന് എസോർണോ എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ ഒരൊറ്റ കാര്യം, ഈ 2 പേരും ഇപ്പം CPIയുടെ ഒരു സുഹൃത്താണ് ആദ്യം ചർച്ച പങ്കെടുത്തത്, പിന്നെ CPMൻ്റെ ഒരാൾ പങ്കെടുത്തു. 2 ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അയോധ്യ തർക്കം നിലനിൽക്കുമ്പോൾ 85-ലോ 86-ലോ അയോധ്യയിലെ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ഔപചാരികമായ അന്നത്തെ രാജീവ് ഗാന്ധിയുടെ സർക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൂവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ആ ചങ്ങലക്കെട്ട് എടുത്തു മാറ്റിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്ന് ഉത്തരവിട്ടു. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷ എന്താ, അതിനെതിരായിട്ട് അപ്പീൽ പോയേക്കാം. പക്ഷെ തീരുമാനമെടുത്തത് ആരാ? ഞാൻ പറയുന്നു, ഉത്തരവാദിത്തബോധത്തോട് പറയുന്നു, ഇടതുപക്ഷത്തുപെട്ട MP മാർ
കോൺഗ്രസിൽപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇന്ത്യയിലെ മുസ്ലിം പേഴ്സൺ ലോ ബോർഡ് എല്ലാവരും കൂടെ ചേർന്നിട്ട് 4 തീരുമാനമെടുത്തു. ജയശങ്കർ ഒന്ന് ഓർത്തു നോക്കട്ടെ. അടുത്ത റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുക, ടു പാരലൈസ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, 3-ാമതായിട്ട് പാർലമെൻറ്റ് വളയുക, 4-ാമതായി അയോധ്യയിലേക്ക് മാർച്ച് ചെയ്ത് രാംലാല വിഗ്രഹം എടുത്തു മാറ്റുക. CPIയുടെ MP ഉൾപ്പെടെ എല്ലാം മറന്ന് മുസ്ലിം ഒന്നിച്ചു കൂടിക്കൊണ്ടിരുന്ന തീരുമാനമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം നിയമവാഴ്ചയിൽ അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നത്. പാലംപൂരിലെ BJPയുടെ ദേശീയ നിർവാഹക സമിതി അയോധ്യ പ്രശ്നത്തിൽ രാമക്ഷേത്രം പണിയണമെന്ന ആവശ്യമായി രംഗത്ത് വന്നത്. അതിൽ ഇന്നും അന്നും എല്ലാം ഉറച്ചു നിൽക്കുന്നു. അതേ സമയത്ത് ഒരു ജനക്കൂട്ടം മോബ് നിയന്ത്രണ വിധേയമല്ലാതായി തീർന്നപ്പോൾ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ഇന്നത്തെ അദ്വാനിജി അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള സംഭവങ്ങളും അന്നത്തെ സർക്കാർവാഹ് വരെ അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞതും ഒക്കെ തന്നെ ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ആരും തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്ന ആവശ്യത്തിന് ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. പക്ഷെ അതിന് നിയമപരമായ വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ തമ്മിൽ അന്യോന്യം സംസാരിച്ച് തീർക്കണം. 3-4 ഫോർമുലയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നും അന്നും ഇന്നുമല്ല ഒരേ നിലപാടാണ്. ഇനി കേസിനെ സംബന്ധിച്ച് പറയുമ്പം എൻ്റെ സുഹൃത്ത് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിചാരണ കഴിഞ്ഞിട്ടല്ല അവരെ വിട്ടയച്ചത്. പ്രഥമ ദൃഷ്ട്യാ പ്രാഥമികമായി മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വിടുതൽ ചെയ്തത്. അതുകൊണ്ട് അവർ കുറ്റക്കാരാണെന്നല്ല, ഒരു കോടതി അങ്ങനെ പറഞ്ഞു. സുപ്രീം കോടതി ഇപ്പോൾ മറിച്ചല്ല, വിചാരണ ചെയ്തിട്ടത് തീർച്ചപ്പെടുത്തട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിധികർത്താവായി വന്ന ശിവദാസനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മുസ്ലിം MP-മാരെ ഒന്നിച്ച് യോഗം ചേർന്ന് നിയമവ്യവസ്ഥ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കയ്യൂക്കുകൊണ്ട് കാര്യം നേടാൻ പോകുമ്പോൾ അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രതിക്കൂട്ടിൽ നിന്ന് CPIക്കും CPM-നും അന്നത്തെ ജനതാദളിൻ്റെ ഷിഹാബുദ്ദീനും ഒന്നും മാറി നിൽക്കാൻ സാധിക്കില്ല. കോൺഗ്രസ് പാർട്ടിക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. തീർച്ചയായും ഈ പല അടരുകളുള്ള ഒരു കേസും സംഭവവുമാണ്. സ്വാതന്ത്ര്യ ലഭിച്ചതിന് ശേഷമുണ്ടായ ഏറ്റവും പ്രമാദമായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ, ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ചിലർ കുറ്റാരോപിതരാണ്. ഗൂഢാലോചന കുറ്റം അവർക്കുമേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു. ഏത് നിലക്ക് പ്രാധാന്യമേറിയ സംഭവമാണ് ഇതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്ത് BJP തന്നെ ഭരിക്കുന്നു. അതായത് ഈ സംഭവത്തോട് പൂർണ്ണമായിട്ടുള്ള അകൽച്ചയോ എതിർപ്പോ, ഇത് ചെയ്തത് നടന്നത് ശരിയായി ഇല്ല എന്ന നിലപാടോ ഇല്ലാത്ത രാഷ്ട്രീയ നേതൃത്വം ഭരിക്കുന്ന കാലത്ത് ഈ കേസ് ഇങ്ങനെ വരുന്നത് ഏത് നിലക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള തുടർ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇത് 1/4 നൂറ്റാണ്ടിന് ശേഷമെങ്കിലും ഈ കേസ് വിചാരണ ചെയ്യപ്പെടട്ടെ എന്ന് സുപ്രീം കോടതി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വിചാരണ കോടതിയിൽ ഹാജരായി ജാമ്യം അപേക്ഷിച്ചെടുക്കേണ്ടി വരും, വ്യവസ്ഥയ്ക്ക് വിധേയമായി എടുക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് ഗൂഢാലോചനയുണ്ടോ ഇല്ലയോ എന്നും തെളിയിക്കപ്പെടാതെ തന്നെ പകൽ വെളിച്ചത്തിൽ ഈ ആളുകളെ ഇളക്കിവിട്ട രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതിൽ ഈ എല്ലാ നേതാക്കന്മാർക്കും പങ്കുണ്ട്. അതിൽ ഒരു പ്രത്യേക അന്വേഷണം ഇല്ലാതെ തന്നെ ഇത് എല്ലാവരും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നൊരു സംഭവമാണ്. അതാണ് സ്ഥിതി. പിന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീധരൻപിള്ള പറഞ്ഞ ഈ 1985 ഒരു കീഴ്ക്കോടതി വിധിയെ തുടർന്ന് ഈ താക്കോല് വിശ്വഹിന്ദു പരിഷത്തിനെ ഏൽപ്പിച്ചത് രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ചെയ്തത് തന്നെ തെറ്റായിപ്പോയി. അത് കഴിഞ്ഞ് ഈ തർക്കഭൂമിയിൽ പിന്നെ ശ്രീരാമക്ഷേത്രം പണിയാൻ വിശ്വഹിന്ദു പരിഷത്ത് നൽകിയ പ്ലാൻ അനുസരിച്ച് അനുമതി കൊടുത്തതും അതിന് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന ബൂട്ടാ സിംഗിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതും ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഭരണകൂടത്തിനുള്ള വീഴ്ചയും വളരെ വ്യക്തമായി വിളിച്ചറിയിക്കുന്നതാണ്. ഇവിടെ ഈ കേസിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് ഫൈസാബാദിലെ മുസ്ലിം ഭവനങ്ങളിൽ കയറി ഈ കരസേവകർ എന്ന് പറയപ്പെടുന്ന ഗൂണ്ടകൾ പിന്നെ നടത്തിയ അതിക്രമങ്ങൾ, അമ്മമാരെയും സഹോദരിമാരും നടത്തിയ ബലാത്കാര ശ്രമം, ഒരു പഴയ ഇമാം
വന്യവയോധികൻ അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തിയത്, ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇതിനോട് കൂട്ടി വായിക്കേണ്ടതും ഇതിനേക്കാളും ഗൗരവതരമായി കണക്കാക്കേണ്ടതുമാണെന്നുള്ള കാര്യം സംശയമില്ല. അതുതന്നെ മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിൽ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് ശ്രീകൃഷ്ണ കമ്മീഷൻ മുൻപോട്ട് സമർപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. പിന്നീട് മഹാരാഷ്ട്രയിൽ വന്ന ഗവൺമെൻറ്റുകളൊക്കെ അതിനോട് പുറംതിരിഞ്ഞൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവതരമായി കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാണ് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, കീഴ്ക്കോടതി ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ട കാര്യം പോലുമില്ല എന്ന് കണ്ട് ഇവരെ ആരോപണം ഒഴിവാക്കി കൊടുക്കുകയാണല്ലോ ചെയ്തത്. ഇപ്പോൾ CBI പറയുന്നത് ഞങ്ങളുടെ കൈവശം തെളിവുകളുണ്ട്, മതിയായ തെളിവുകളുണ്ട് എന്ന CBIയുടെ പറച്ചിലിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്, നേരത്തെ ഉമാഭാരതി അവരുടെ പ്രതികരണമായി പറഞ്ഞത് എന്ത് ഗൂഢാലോചനയാണ്, ഇതൊരു രഹസ്യ പരിപാടിയൊന്നുമായിരുന്നില്ല, പരസ്യമായിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു, ഓപ്പൺ മൂവ്മെൻ്റ് ആയിരുന്നു എന്നാണ് അവരുടെ പ്രസ്താവനയായിട്ട് മാധ്യമങ്ങളിൽ കാണുന്നത്. ആ അർത്ഥത്തിൽ പരസ്യമായിട്ടുള്ളൊരു മുന്നേറ്റമായിരുന്ന സംഗതിക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഈ പറയുന്ന 25 കൊല്ലങ്ങൾക്ക് ശേഷമാണെങ്കിൽ തന്നെയും ഉണ്ടാകും എന്ന് കണക്കാക്കാനാകുമോ? അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പകൽ വെളിച്ചത്തിൽ പൊതുനിരത്തിലിട്ട് വെട്ടിക്കൊന്ന കേസിൽ പോലും തെളിയിക്കപ്പെടാൻ പറ്റാതെ പോകുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ പിന്നെ പട്ടാപ്പകൽ പള്ളി പൊളിച്ചതിന് ഗൂഢാലോചന നടത്തിയത് തെളിയിക്കാൻ ദുഷ്കരമാണ്. മാത്രമല്ല, ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തെളിയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അത് പല സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. തെളിയിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം കോടതി തീരുമാനിക്കട്ടെ. വിചാരണ കൂടാതെ വിട്ടയച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ വിചാരണ വേണ്ടി വന്നത്. വിചാരണ ചെയ്ത് വിട്ടയച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. വിചാരണ നേരിടാമായിരുന്നില്ലേ? ഇത്ര നിരപരാധിയാണെങ്കിൽ, BJPക്ക് ഇത്ര ഉറപ്പുണ്ടായിരുന്നെങ്കിൽ വിചാരണ നേരിട്ട് അവർക്ക് രണ്ടുപേർക്കും മാത്രമല്ല ഇതോടൊപ്പമുള്ള മറ്റ് പ്രതികൾക്കും നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരാമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ശ്രീധരൻപിള്ള തെറ്റായിട്ട് ധരിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞ ചരിത്രത്തിൽ ഒരു ചെറിയ തെറ്റില്ല, വലിയ തെറ്റുണ്ട്. ഇവിടെ ശ്രീ നീലോഹിദാസ് നാടർ പറഞ്ഞ പോലെ ഈ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലത്ത് ആരാധനയ്ക്കുള്ള അനുവാദം കൊടുത്തത് കോൺഗ്രസ് സർക്കാരാണ്. ഈ ഉത്തരവ് വന്ന ഉടനെ താക്കോൽ ഏൽപ്പിച്ചു കൊടുത്തു. അതിന് പ്രത്യേക ചരിത്ര പശ്ചാത്തലമുണ്ട്. ഏതായാലും താക്കോൽ ഏൽപ്പിച്ചു കൊടുത്തു. അതിനെ മുസ്ലിം സംഘടനകൾ എതിർത്തു എന്നുള്ളത് ശരിയാണ്. CPIയോ CPMോ കോൺഗ്രസ്സിൽ ഏതെങ്കിലും നേതാവോ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സർക്കാർ താക്കോൽ കൊടുത്തത് ശരിയാണ്. പക്ഷേ CPIക്ക് അന്ന് അവിടെ MP ഇല്ല. CPIയുടെ MP ജയിക്കുന്ന അതിനൊക്കെ ശേഷമാണ് ശ്രീധരൻപിള്ള. അന്ന് CPIക്ക് UPയിൽ ഒരു MP ഇല്ല. അത്രയും ഒരു രാജീവ് ഗാന്ധിക്ക് വലിയ അബ്സല്യൂട്ട് മെജോറിറ്റി അല്ല, ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടി ശ്രീ രാജീവ് ഗാന്ധി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അന്ന് UPയിലെ BJPക്ക് MP ഇല്ല, BJPക്കും ഇല്ല MP, CPIക്കും ഇല്ല MP. അത്ര വലിയ മെജോറിറ്റിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. അതിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും അതിന് സഹകരിക്കുകയുമില്ല. മാത്രവുമല്ല, റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ്. സുലൈമാൻ സേട്ടു ആയിരുന്നു അതിൻ്റെ നേതാവ്. സുലൈമാൻ സേട്ടുവും ഷഹാബുദ്ദീനും അടക്കമുള്ള ആളുകൾ അവരൊരു കമ്മിറ്റി കൂടി തീരുമാനിച്ചു, ഇത്തവണ മുസ്ലിങ്ങൾ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കും. അന്ന് രാജീവ് ഗാന്ധിയുടെ പ്രധാനമന്ത്രി. അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും എന്ന് വന്നപ്പോൾ അവരതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇത് യാഥാർത്ഥ്യമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ വേറെ ഏതെങ്കിലും പാർട്ടിയോ അതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടില്ല. ശ്രീധരൻപിള്ള, എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. അങ്ങ് അതൊന്ന് ആലോചിച്ച് നോക്ക്. അന്നത്തെ CPIയുടെ ഒരു MP ഷഹാബുദ്ദീൻ ജനതാ പാർട്ടി പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ CPIക്ക് MP ഇല്ല. അന്ന് കോൺഗ്രസിന്റെ വലിയ ആധിപത്യമുള്ള കാലമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സഹമന്ത്രിയായിരുന്ന കോൺഗ്രസ് ഇവരെല്ലാം CPIക്ക് MP ഇല്ല. ഒരുപക്ഷെ താങ്കൾക്ക് അല്ല, അവിടുത്തെ MP അല്ല. ഞാൻ പേരുൾപ്പെടെ തരാൻ ഞാൻ ഈ ചാനലിൽ കൂടെ പറയുന്നത്. അവിടുത്തെ MP അല്ല, പേരുൾപ്പെടെ തരാൻ തയ്യാറാ. അങ്ങനെ വന്നു എന്ന് മാത്രമല്ല, CPI ആണ് അതിശക്തമായി എതിർത്തത്. ആ എതിർത്തതിന്റെ ഫലമായിട്ടാണ് അവിടുത്തെ നോക്കൂ, ബീഹാറിലെ പ്രധാന പ്രതിപക്ഷമായിരുന്ന CPIക്ക് പിന്നീട് ഒരിക്കൽ പോലും പ്രധാന പ്രതിപക്ഷത്തിന് ഒരു സീറ്റിൽ പോലും ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കാത്ത വണ്ണം ചതുരാനന്ദൻ മിശ്ര ഉൾപ്പെടെയുള്ള ആളുകളെ ഗതികേടിലെത്തിയെന്ന രാഷ്ട്രീയ ചരിത്രം ഇന്ത്യയിലെ ജനങ്ങൾ പാഠം പഠിപ്പിച്ച പാർട്ടിയാണ്. ജയശങ്കർ, അവിടെയുള്ള യുപിയിലെ ഈ സ്ഥലത്തെ MP യെ കുറിച്ചൊന്നുമല്ല അദ്ദേഹം പറയുന്നത്, CPIയുടെ നിലപാടിനെ കുറിച്ചാണ്. ആ കോടതി വിധിക്കെതിരായിട്ട് ഡയറക്റ്റ് ആക്ഷന് വേണ്ടി പോയി എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം പറയുന്നത് CPIയുടെ അവിടുത്തെ MP യെ കുറിച്ചല്ല. ഒരു കാരണവശാലും സത്യം പറയുന്നത് അദ്ദേഹത്തിന് എന്തോ നിർബന്ധമുണ്ട്. അല്ല അദ്ദേഹം പറയുന്നത് CPIയുടെ പൊളിറ്റിക്കൽ നിലപാടിനെ കുറിച്ച് എതിർത്തു എന്നുള്ള സത്യമാണ്. അത് അന്ന് എതിർപ്പാണ്, ഇപ്പോഴും എതിർപ്പാണ്. പറയുന്നതല്ല സത്യമാണോ?
ഞാൻ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട CPI അന്നും ഇന്നും ഈ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചതിനെതിരാണ്. അന്ന് പങ്കെടുത്ത ജയശങ്കർ തരാൻ തയ്യാറാണ്. അന്നത്തെ കൺവെൻഷനിൽ സംസാരിച്ചവരിൽ CPIയുടെ ഡൽഹിയിൽ സംസാരിച്ചവരിൽ ഒരു MP ഉണ്ടെന്ന് പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പേര് എൻ്റെ കൈവശം അതിന്റെ റെക്കോർഡ് ഉണ്ട്. തീർച്ചയായും നമുക്കത് പിന്നീട് പോകേണ്ടതാണല്ലോ. നമുക്കൊന്നുകൂടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് മതേതര ഭരണഘടനയിലെ മതേതരത്വത്തിനേറ്റ വലിയ ആഘാതമാണ് എന്ന കാര്യം താങ്കൾ കൂടെ സമ്മതിക്കുമോ? അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ അതിന് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന മന്ത്രിസ്ഥാനത്ത് തുടരാനാവുക? അക്കാര്യത്തിൽ എന്താണ് താങ്കൾ നിലപാടെടുക്കുക? ആ അക്രമസംഭവം അനിഷ്ട സംഭവം അതിനെ അപലപിക്കാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അത് LK അദ്വാനി രാജിവെച്ച സംഭവം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അക്രമത്തെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു ജനക്കൂട്ടം അവരുടെ ഹൃദയത്തിലേറ്റുന്ന ഒരു വികാരവുമായിട്ട് വന്നപ്പോൾ, ലക്ഷക്കണക്കിന് ആൾ ഒന്നിച്ചു കൂടിയപ്പോൾ അവിടെ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ആ സംഭവത്തിൽ തീർച്ചയായും എല്ലാ സമർപ്പണവും ഈശ്വരീയ സങ്കല്പത്തിലും രാജ്യത്തിൻ്റെ ദേശീയതയുടെ അടിസ്ഥാനത്തിലും സമർപ്പിച്ചുകൊണ്ട് കൂടിയ ഒരു ജനക്കൂട്ടത്തിൽ ഒരാളാണ് നിങ്ങൾ പറയുന്ന ഇന്നത്തെ ആ കേന്ദ്രമന്ത്രി ഉമാഭാരതി. അതുകൊണ്ട് അവരെല്ലാം ഈശ്വരിൽ അർപ്പിക്കുന്നു. അത് പറഞ്ഞാൽ അത് നമുക്ക് മോറൽ ആറ്റിറ്റ്യൂഡുള്ള ഒരു പ്രശ്നമായിട്ട് പറയാൻ സാധിക്കുമോ? ഒരു വലിയ നിയമപരമായിട്ട് സ്വാഭാവികമാണ്, അല്ലെങ്കിൽ വിശ്വാസത്തെക്കാൾ പ്രധാനപ്പെട്ടതൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് അവരെന്നതുകൊണ്ട് അവരെ അവിശ്വസിക്കേണ്ട, അവരെ പറ്റി കുറ്റമൊന്നും വിചാരിക്കേണ്ട. പക്ഷെ അപ്പോൾ തന്നെയും ശ്രീ ശ്രീധരൻപിള്ള നിയമപരമായിട്ട് ദൈവത്തിന്റെ മുന്നിൽ ഞാൻ കുറ്റക്കാരിയല്ല എന്ന വാദം നിലനിൽക്കുകയില്ലല്ലോ. ഞാൻ പറയാം, എന്താണ് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കോടതിയിൽ ഒരു കേസ് വന്നാൽ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമ ദൃഷ്ട്യാ വരുമ്പോൾ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്കും ആ സ്ഥാനത്തിരിക്കാൻ സാധിക്കില്ല. ഒരു മന്ത്രിക്കും കാലാവധി പൂർത്തിയാക്കാൻ. പക്ഷേ ഒരൊറ്റ കാര്യം കൂടെ ശ്രീധരൻപിള്ള, ഞാൻ ശ്രീധരൻപിള്ള ഒരൊറ്റ കാര്യം കൂടെ, അതായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അനിഷ്ട സംഭവങ്ങളിൽ ഒന്ന് എന്ന് സുപ്രീം കോടതി തന്നെയും കണ്ട, രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായുള്ള മതേതരത്തിന് വലിയ ആഘാതമേൽപ്പിച്ച ഒരു സംഭവം, ആ സംഭവത്തിൽ കുറ്റാരോപിതരായ അല്ലെങ്കിൽ ആ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്ന ആരോപണം വന്ന ഒരാൾ പിന്നീട് മന്ത്രിസ്ഥാനത്ത് തുടരുക എന്നതിൽ അഭംഗിയില്ലേ ശ്രീധരൻപിള്ള? അവരൊന്നും ചെയ്തിട്ടുണ്ടാകണമെന്നില്ല, അവർ ദൈവവിശ്വാസം ഉള്ള അവർ പറയുന്നത് സത്യമായിരിക്കണം. എങ്കിൽ തന്നെയും നിയമപരമായിട്ട് ധാർമ്മികമായിട്ട് രാഷ്ട്രീയമായിട്ട് അവർക്ക് അവിടെ തുടരാൻ അവകാശം ഉണ്ടാകുമോ ശ്രീധരൻപിള്ള? എന്ന് പറയുന്ന സംവിധാനം ഇന്ന് BJP ഭരിക്കുന്ന സംവിധാനത്തിൽ CBI ആണ് ആരും ഇടപെടാതെ നിഷ്പക്ഷമായി അവരുടെ നടപടിയുമായിട്ട് പോകുന്നു. അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? ഈ അദ്വാനിജി ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നല്ലോ, അദ്ദേഹം അന്നും അക്കാലത്ത് വിധി പ്രതിയായിരുന്നല്ലോ. ആരും അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ 25 കൊല്ലത്തിന് ശേഷം നരേന്ദ്രമോദി വിരോധം BJP വിരോധം കൊണ്ട് സമനില തെറ്റിയ രീതിയിൽ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഉത്തമ വിശ്വാസമില്ല. അതുകൊണ്ട് അതിനെ അർഹിക്കുന്ന അവജ്ഞയോട് അവഗണിക്കുകയാണ് വേണ്ടത്. അതാണ് ശിവദാസൻ അവരുടെ വാദം. ഇത് ഗൂഢാലോചനയല്ല, തുറന്ന രീതിയിൽ നടന്നതാണ്. ഞാൻ എന്തിനു രാജിവെക്കണം, ദൈവത്തിന് അറിയാം കാര്യങ്ങളെന്നാണ്. ഒന്ന്, BJP ഇത്രമേൽ കളവ് പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി ആ കളവിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ദൈവത്തെ കൂടി കൂട്ടുപിടിക്കുകയാണ്. കോടതി നടത്തിയിട്ടുള്ള പ്രസ്താവന നോക്കുന്നത് നല്ലതായിരിക്കും. എന്താ കോടതി പറഞ്ഞത്? കോടതിയുടെ വിധി പ്രസ്താവന വളരെ ക്ലിയറാണ്. വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇവർ ശത്രുത പടർത്തി, മതവികാരം വ്രണപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരാധനാലയം തകർത്തു, ദേശീയോദ്ഗ്രന്ഥത്തിന് കോട്ടം തട്ടുന്ന നിലയിൽ സംസാരിക്കുക, ക്ഷമിക്കണം, കോടതിയുടെ ചുമത്തപ്പെട്ട കുറ്റങ്ങളാണ്. ഇവർ കുറ്റം ചെയ്തു സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് RSSകാരുടെ അതേ ജനാധിപത്യ വിരുദ്ധ സംസാരിക്കാനുള്ള സന്ദർഭം കൊടുക്കുക. പൊതുസമാധാനത്തിന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചില്ല എന്നുള്ളത്, പൊതുസമാധാനത്തിന് കോട്ടം വരുത്തുന്ന നിലയിൽ
പ്രസ്താവനകൾ ഇറക്കുക തുടങ്ങിയതെല്ലാം കോടതി പ്രയോഗിച്ചു. ഇനി ഒന്നുകൂടി പറയാം. അന്ന് ബാബരി മസ്ജിദിൻ്റെ തകർക്കപ്പെടുന്നതിൻ്റെ ചിത്രം കണ്ട ഏതൊരാൾക്കും ഓർമ്മയുണ്ട്. അവിടെ നടത്തിയിട്ടുള്ള അദ്വാനി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നടത്തിയിട്ടുള്ള ആക്രോശങ്ങൾ. ആ ആക്രോശങ്ങളാണ് അവിടെ കൂടിയിട്ടുള്ള ആളുകളെ അവിടെ ബാബരി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർക്കുന്നതിന് പ്രചോദനമായിട്ടുള്ളതെന്ന് ഇന്ത്യ രാജ്യത്തിലെ ഏത് കൊച്ചു കുട്ടിക്ക് പോലും, ചരിത്രം പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇന്ത്യയുടെ സെക്യുലറിസത്തിന്, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അടിച്ച് തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഇന്ത്യയുടെ ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ലജ്ജാകരമായിട്ട്. അവിടെ ഒരു പ്രശ്നമുള്ളത് ഇതൊരു വലിയ ആൾക്കൂട്ടം വന്നു ചേർന്ന, വൈകാരികമായിട്ട് വിശ്വാസപരമായിട്ട് വന്നു ചേർന്ന ഒരു സംഭവമാണ്. അതിന് ഗൂഢാലോചന നടത്തി, അതിന് ആളുകൾക്ക് അടിച്ചു തകർക്കാൻ വേണ്ടി നേതൃത്വം നൽകി എന്നൊന്നും തെളിയിക്കാൻ പ്രാഥമിക ഘട്ടത്തിൽ സാധിച്ചിട്ടില്ല. ഈ പരിശോധനയ്ക്ക് പോലും പോകാതെ തള്ളിക്കളഞ്ഞതാണ് എന്ന് നമ്മൾ കാണാതിരിക്കരുത്. ഇത് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് യാദൃശ്ചികമായിട്ടുണ്ടല്ല, ഇടിയും മഴയും പോലെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചിട്ടുള്ളതല്ല. ഇത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് കൃത്യമായി ആസൂത്രണത്തിലൂടെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു സംഘമാണ്. ഈ കണ്ണൂരിൽ നിന്നും, തിരുവനന്തപുരത്തു നിന്നും, കണ്ണൂരിൽ നിന്നും, കോഴിക്കോട് നിന്നും, കാസർഗോഡ് നിന്നും എല്ലാം ആയുധങ്ങളുമായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ ഉത്തർപ്രദേശിൽ ഈ പള്ളിക്ക് സമീപത്ത് ആളുകൾ കേന്ദ്രീകരിക്കുന്നു. അന്നത്തെ ഇൻ്റലിജൻസ് തന്നെ കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കല്യാൺ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ യുപിയിലെ മന്ത്രിസഭ അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. ഇങ്ങനെ ആസൂത്രിതമായിട്ട് നടന്നിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് എന്നാണ് ശ്രീ ശ്രീധരൻപിള്ള പറയുന്നത്. ഞാൻ താങ്കളിലേക്കാണ് വരിക. ശ്രീ നീലലോഹിതദാസൻ നാടാർ, ഈ കാര്യത്തിൽ കുറ്റകരമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന എം ജോഷിയുടെയും അദ്വാനിയുടെയും ഉമാഭാരതിയുടെയും നിലപാടുകൾ മുഖവിലക്കെടുക്കാവുന്നതാണ്. കോടതിക്കകത്ത് അവ നിയമപരമായിട്ട് തെളിവുകളോടെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അവർക്കെതിരായുള്ള ആക്ഷേപങ്ങൾ വസ്തുതാപരമാണ് എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വാദം എങ്ങനെയാണ് ശരിയാവുക? ഈ കോടതിയിൽ എങ്ങനെ തെളിയും എന്നുള്ളതല്ല, ഇതെല്ലാവരും പകൽ വെളിച്ചത്ത് നടന്നതാണ്. പിന്നെ എൻ്റെ സുഹൃത്ത് ശ്രീധരൻപിള്ള, ഇത് ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇവരിത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇയാളെ കൂട്ടി അവിടെ പോയത്. ഇവരതിൽ അന്ന് ആഹ്ലാദിക്കുകയാണ് ചെയ്തത്. ഈ നേരത്തെ എൽകെ അദ്വാനി രഥയാത്ര നടത്തിയപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത്, ഈ രഥയാത്ര അയോധ്യയിലെത്തുമ്പോൾ അവിടെ ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയും, അതിനാണ് ഞങ്ങൾ പോകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോയത്. ഇപ്പോഴും പോയതാണ്. അന്ന് അത് നടക്കാതെ പോയത് മുലായം സിംഗ് യാദവിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. എല്ലാ ശക്തി ഉപയോഗിച്ച് അതിനെ ആ ഗവൺമെൻറ് തടഞ്ഞതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത്. ഇപ്പോൾ 5.5 മണിക്കൂർ എടുത്താണ് ഈ ബാബരി മസ്ജിദിൻ്റെ കുംഭഗോപുരങ്ങൾ ഒന്നൊന്നായി തകർക്കാൻ എടുത്തത്. അപ്പോൾ ഇതിന് ഒരു സന്ദർഭത്തിൽ ഇവരാരും ഇതിനെ തടയാൻ ശ്രമിച്ചില്ല. തടയാൻ ശ്രമിച്ചതായി ഒരു അവകാശവാദവും ഇല്ല. അന്ന് അതിന് കേന്ദ്രത്തിൽ അധികാരത്തിരുന്ന നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് അല്പം മാറി കേന്ദ്രത്തിൻ്റെ ഫോഴ്സസ് ഉണ്ടായിരുന്നു. ഇതിനെ തടയാൻ വേണ്ടി അവർക്കൊരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. കല്യാൺ സിംഗിനും കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്കും ഒരേപോലെ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഈ അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും ഉമാഭാരതി എല്ലാവരും നേരിട്ട് നിന്നതിന് നേതൃത്വം നൽകുകയാണ് ചെയ്തത്. അല്ലാതെ ആൾക്കൂട്ടം അങ്ങനെ പെട്ടെന്ന് ഇളകി ചെയ്തതല്ല. ഇവരിത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അതാണ് ഗൂഢാലോചന. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, ഇതൊക്കെ ഈ സമീപകാലത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഉണർവിലേക്ക് വന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാവുന്ന ചരിത്ര സത്യങ്ങളല്ലേ? ഇത് ബാബറി മസ്ജിദ് പൊളിക്കുക, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ പാടില്ല, അത് രാമക്ഷേത്രം, രാമജന്മ ഭൂമിയാണ് എന്ന നിലപാടുണ്ടായിരുന്നത് ആളുകൾ വളരെ കാലം പ്ലാൻ ചെയ്ത് നടപ്പാക്കിയൊരു കാര്യമാണ് എന്നത് പകൽ വെളിച്ചത്തിൽ സ്ഥാപിക്കപ്പെട്ട കാര്യമല്ലേ? ആ നിയമപരമായിട്ട് ഇതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അത് ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ബാധിക്കാൻ കോടതിക്കകത്തും പുറത്തും BJP നേതാക്കൾക്ക് കഴിയുമോ? തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ഇക്കാര്യത്തിലുള്ള സമീപനമുണ്ട്. കാരണം രാമക്ഷേത്ര നിർമ്മാണമെന്ന് പറഞ്ഞത് വാസ്തവത്തിൽ അവിടെ 51 മുതലുള്ള ചരിത്രം, 51 കേസുകൾ, ഇതെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാജീവ് ഗാന്ധി സർക്കാർ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് ആരാധനയ്ക്ക് തുറന്നു കൊടുത്തത് നമുക്കറിയാം. ശിലാന്യാസത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രചരണ പരിപാടി പോലും തുടക്കമിട്ടത് അയോധ്യയിൽ നിന്നാണ് അക്കാലത്തെ തെരഞ്ഞെടുപ്പിൻ്റെതെന്നറിയാം. ഇതിൽ എൻ്റെ സുഹൃത്ത് ആത്മമിത്രമായിട്ടുള്ള ജയശങ്കർ, അദ്ദേഹം എല്ലാ ചരിത്രവും പറയുന്ന ആളാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അയോധ്യയിൽ നിന്നാണ് കോൺഗ്രസിൻ്റെ അന്നത്തെ തെരഞ്ഞെടുപ്പ് റാലിയുടെ തുടക്കം തന്നെ കുറിച്ചത് അയോധ്യയിൽ നിന്നാണ്.
അവിടെ ശിലാന്യാസത്തിന് അനുമതി ലഭിച്ചിരുന്നു. ഇതെല്ലാം ഉണ്ടായ അവസരത്തിൽ അവിടെ ഒതുങ്ങി നിന്ന ഒരു പ്രശ്നത്തെ കപട മതേതരക്കാരായ കമ്മ്യൂണിസ്റ്റുകാരും ഒരു പറ്റം കോൺഗ്രസ്സുകാരും എല്ലാം ചേർന്നുകൊണ്ട് ഇത് ഇന്ത്യയിലെ മുസൽമാൻ്റെ അഭിമാന പ്രശ്നമാക്കി സംഘർഷനിർഭരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോയതാണ് ദൗർഭാഗ്യകരം. ഞാൻ ഓർക്കുന്നു, അന്ന് സുലൈമാൻ സേട്ടാണ് കൺവീനർ, ശരിയാണ്. ആ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്ത അൻസാരി എന്ന കേന്ദ്രമന്ത്രി, മതേതര മന്ത്രി, കോൺഗ്രസ്സുകാരൻ, ഷഹാബുദ്ദീൻ എന്ന ഇടതുപക്ഷ ജനറൽ സെക്രട്ടറി നേതാവ് എനിക്ക് ഓർമ്മയുണ്ട്, CPIയുടെ ഒരു MP പങ്കെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അവരുടെ തീരുമാനം 4 ആയിരുന്നു. ഞാൻ പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, അവിടേക്ക് മാർച്ച് നടത്തി, മാർച്ച് ടു അയോധ്യ. എന്തിനാ? രാംലാല വിഗ്രഹം എടുത്തു മാറ്റാൻ. ഇതുണ്ടായ സന്ദർഭമാണ്. അദ്ദേഹം റിപ്പബ്ലിക് ദിനത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞു. ഇത് പ്രഖ്യാപിച്ചതിന് ശേഷമല്ലേ ഹിന്ദു സംഘടനകൾ ആ പ്രശ്നത്തിലേക്ക് ഇടപെട്ടത്? അതിനുശേഷമല്ലേ BJP ഔപചാരികമായി അതിൻ്റെ തീരുമാനം നാഷണൽ എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിച്ചത്? അപ്പം നിയമവാഴ്ചയുടെ പേരിൽ ഇന്ന് ഇത് പറയുന്ന ആളുകളോട് നിങ്ങൾ നിയമവാഴ്ചയുടെ കാര്യത്തിൽ ആത്മാർത്ഥതയില്ല. താങ്കൾ പറയുന്നത് പൂർണ്ണമായി വിശ്വസിച്ചാൽ തന്നെയും അതൊക്കെ ശരിയാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെയും, പക്ഷേ ഈ പള്ളിയുടെ പൊളിക്കൽ അവിടെ ഉണ്ടല്ലോ. ആ രാജ്യത്തെ മതേതര മൂല്യങ്ങൾക്കേറ്റ കടുത്ത ആഘാതമായിട്ട് ഈ പള്ളിയുടെ പൊളിക്കൽ അവിടെ ഉണ്ടല്ലോ. PS ശ്രീധരൻപിള്ള, അക്കാര്യം നടന്നിട്ടുണ്ട്. അതൊരു വലിയ ക്രിമിനൽ ആക്ട് ആയിരുന്നു. അത് രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങളെ വലിയ തോതിൽ പിടിച്ച് കുലുക്കിയ സംഭവമായിരുന്നു. താങ്കൾ ഈ പറഞ്ഞ ചരിത്രപരമായ പശ്ചാത്തലം അതിനുണ്ടെങ്കിൽ പോലും ഇതാണ് വലിയ കുറ്റകൃത്യം. ആ കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട്, അതിന് ഗൂഢാലോചനയുമുണ്ട് എന്നുകൂടെ തെളിയിക്കപ്പെടും. അതുമായി വെച്ച് നോക്കിയാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആളുകളെല്ലാം അതിന് ശിക്ഷിക്കപ്പെടേണ്ടതുമായും വരും. ആ സംഭവത്തോട് ബന്ധപ്പെട്ട് സനീഷ് നിഷ്പക്ഷമായിട്ട് നോക്കുക. ഇന്ത്യ രാജ്യം ഭരിച്ച ആഭ്യന്തരമന്ത്രി, അന്നത്തെ ആഭ്യന്തരമന്ത്രി, ആ കാലഘട്ടം 2000 അധികാരത്തിൽ വന്ന ആഭ്യന്തരമന്ത്രി കേസിൽ ഇടപെട്ടോ? ഇപ്പം നരേന്ദ്രമോദി ഇടപെട്ടോ? CBI സ്വതന്ത്രമായി അതിൻ്റെ എല്ലാ തെളിവും കൊടുത്തുകൊണ്ട് ഇത്തരം ആളുകൾക്കേറെ പോകുമ്പോൾ പോലും തടയാത്ത നിയമവാഴ്ചയെ മാനിക്കുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളുടേത്. അല്ലാതെ ഇവിടെ ഉള്ളതുപോലെ മാർക്സിസ്റ്റുകാരാണെങ്കിൽ ആഭ്യന്തരമായിട്ട് അട്ടിമറിക്കുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ആ കുറ്റവാളികൾ ആരായാലും കണ്ടുപിടിക്കട്ടെ. അതിന് നമ്മുടെ നിയമ സംവിധാനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അതിനെ മാനിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് BJP. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ശ്രീധരൻപിള്ള, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് ടെലിഫോണിനോട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത് നിയമപരമായിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നുപോയി 2 വർഷം കൊണ്ട് വിധി പറയണം. ഓരോ ദിവസവും വിചാരണയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും കടന്നുപോയിട്ട് 2 വർഷം പൂർത്തിയാകുമ്പോഴേക്ക് ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാകണമെന്ന നിലപാട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കോടതി ഇതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇവർക്ക് മേൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്, ഗൂഢാലോചന കുറ്റം. പക്ഷേ അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു വരും ഞങ്ങൾ എന്നാണ് വെങ്കയ്യ നായിഡു, ഞങ്ങളുടെ നേതാക്കൾ അവരുടെ നിഷ്കളങ്കത തെളിയിക്കും എന്നാണ് അദ്ദേഹം നേരത്തെ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചത്. ആത്യന്തികമായിട്ടുള്ള നേട്ടം BJPക്കും കേന്ദ്ര സർക്കാരിനും തന്നെ ആവുകയില്ലേ ഇക്കാര്യത്തിൽ? അവർക്ക് ഈ 2 വർഷ കാലാവധി ഈ വിഷയം, രാമക്ഷേത്ര നിർമ്മാണം എന്ന വിഷയത്തെ നിലനിർത്താൻ വേണ്ടി സാധിക്കും. അവരുടെ ആളുകൾ അഗ്നിശുദ്ധി തെളിയിച്ച് ഒടുവിൽ വരികയും ചെയ്യും. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, ഈ കേസ് ഇപ്പോൾ കോടതിയുടെ മുമ്പിലാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ട്രയൽ കോടതിയിലോട്ട് ഇത് പോയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ട്രയൽ കോടതി കേസ് അത് വിസ്താരം ആരംഭിച്ച് തെളിവെടുത്ത് അതിന്റെ നടപടികളിലേക്ക് പോവുകയാണ്. ഇപ്പൊ പഴയ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിയിരിക്കുന്നു. പുതിയ സാഹചര്യമാണ് വന്നിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ നിയമത്തിന്റെ വഴിയിൽ മാത്രമേ പോകാൻ കഴിയൂ, മറ്റൊരു മാർഗത്തിലൂടെ അത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിയമപരമായ രൂപത്തിലേക്ക് അത് പോകട്ടെ, നിയമത്തിന്റെ മാർഗത്തിൽ തന്നെ പോകട്ടെ. അഗ്നിശുദ്ധി തെളിയിക്കാൻ കഴിയുകയാണെന്ന് വരില്ല, അത് കോടതിയിൽ അവർ കേസ് വാദിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും മറുവശത്തിൽ കോടതിയിൽ അവരുടെ കേസ് പറയാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് ഒരു നീതിന്യായ വ്യവസ്ഥയോ അദ്ദേഹം വളരെ ടെലിഫോൺ ബന്ധത്തിൽ പ്രശ്നമുണ്ട്. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളോട് സംസാരിച്ചത്. അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹം പറഞ്ഞതിൽ നമ്മൾ കേട്ട കാര്യങ്ങളിലൊന്നും പഴയ കാര്യങ്ങളെ മാറ്റി നിർത്തി പുതിയ സാഹചര്യങ്ങളെ ആലോചിച്ച് നോക്കിയാൽ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. അതായത് ഈ 2 വർഷക്കാലത്തിനിടയിൽ രാമക്ഷേത്രമാണ് ഇന്ന് തൊട്ടവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. സാക്ഷി മഹാരാജും
ഉമാഭാരതിയും അടക്കമുള്ള ആളുകൾ രാമക്ഷേത്ര നിർമ്മാണത്തെ തടയാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന പ്രതികരണമാണ് ഇതോട് ചേർത്ത് നടത്തിയത്. രാമക്ഷേത്ര നിർമ്മാണം എത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്ന് ഭാരതീയ ജനതയ്ക്ക് ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ അക്കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അവസരം ലഭിക്കുക എന്ന കാര്യം അവിടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് 2 വർഷമേ നീണ്ടു നിൽക്കുകയുള്ളൂ, തീർപ്പായാൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാഷ്ട്രപതി സ്ഥാനത്ത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കൊക്കെ ഈ പറഞ്ഞ ആളുകളെ, പ്രത്യേകിച്ചും അദ്വാനിയെ കൊണ്ടുവരാതിരിക്കുക എന്നത് ആ പാർട്ടിക്കകത്തെ ഒരു വിഭാഗത്തിന് ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം കൂടെ ഉണ്ടാകും എന്നുകൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രതിപക്ഷത്തുള്ള ആളുകൾ. അങ്ങനെ പലതായിട്ടുള്ള ഇതിൻ്റെ നേട്ടങ്ങളെല്ലാം തന്നെയും BJPക്കും ഭരണപക്ഷത്തിനും തന്നെയാണ് എന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമോ? തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പ്രതികളെ ശിക്ഷിച്ചാൽ പോലും അവർ ഇത് ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. കാരണം പള്ളി പൊളിക്കാനാണ് ഞങ്ങളെ ശിക്ഷിച്ചത്, അതൊരു പുണ്യകർമ്മമാണ്, അതിന് എത്ര വലിയ ശിക്ഷ അനുഭവിക്കാനും ഞങ്ങൾ തയ്യാറാണെന്ന് ഉമാഭാരതിയൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. മന്ത്രിസ്ഥാനം പോയാലും ഞങ്ങൾ പള്ളി പൊളിക്കും. അതിപ്പോൾ ശ്രീധരൻപിള്ളയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു ആർജവമുള്ള BJPക്കാരനാണെങ്കിൽ അത് പറയുമായിരുന്നു, പള്ളി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പൊളിച്ചാണ്, പൊളിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു, രാഷ്ട്രീയമായ ആവശ്യമായിരുന്നു, ഞങ്ങൾ പള്ളി പൊളിച്ചു, ഇനിയിപ്പോൾ അതിന് കോടതി ശിക്ഷിച്ചാൽ ഞങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറാണ്. അത് പറഞ്ഞ കാര്യങ്ങൾ എളുപ്പമുണ്ടല്ലോ. അതിന് സുലൈമാൻ സേട്ടുവിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞങ്ങൾ പള്ളി പൊളിക്കാൻ നിർബന്ധിതമായതൊക്കെ പറയുമ്പോഴേ നമുക്ക് പ്രയാസമുള്ളൂ. ആത്മാർത്ഥമായിട്ട് ബാൽ താക്കറോട് എനിക്ക് ആ കാര്യത്തിൽ ബഹുമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, BJP നേതാക്കൾ പറയുന്ന പോലെയല്ല, ഞങ്ങൾ പള്ളി പൊളിക്കാനാണ് അവിടെ പോയത്, ഞങ്ങൾ പള്ളി പൊളിച്ചു, അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് അന്തസ്സുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അതിനുള്ള സത്യസന്ധത ഉണ്ടായിരുന്നു, ആർജവം ഉണ്ടായിരുന്നു. അതിന് പകരം ഈ വൈകുന്നേരത്തെ ഇതുപോലത്തെ ന്യായങ്ങളൊക്കെ പറയുമ്പോഴേ നമുക്ക് പ്രയാസം വരുന്നത്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പള്ളി പൊളിച്ചു എന്ന് പറയട്ടെ, എത്ര എളുപ്പമുണ്ട്. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം പറഞ്ഞതിലെ വസ്തുതകളെ തള്ളിക്കളയാനാവുന്നതല്ലോ അഡ്വക്കേറ്റ് ജയശങ്കർ. അതായത് ഈ പള്ളി പൊളിക്കൽ എന്നത് അവിടെ ഉണ്ടായിട്ടുണ്ട്, അതാണ് വലിയ കാര്യം എന്നൊക്കെ ഉള്ളെങ്കിൽ തന്നെയും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ രാജീവ് ഗാന്ധിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നത് മറക്കാനാകുന്ന കാര്യമാണോ? രാജീവ് ഗാന്ധിക്ക് ഭരണപരിചയമായ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹത്തിന് വലിയ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. നരസിംഹറാവുവിൻ്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഉപേക്ഷ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സത്യമല്ലേ? ഇപ്പോൾ സത്യം നമുക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? നരസിംഹറാവുവിൻ്റെ ഉപേക്ഷ കൊണ്ടാണ് ഞങ്ങൾ പള്ളി പൊളിച്ചതെന്ന് പറയാൻ പറ്റുമോ? പള്ളി പൊളിച്ച ഒരു ക്രിമിനൽ കുറ്റമാണ്. നരസിംഹറാവുവിൻ്റെ ഭാഗത്തുണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സാണ്, ഭരണപരമായ വീഴ്ച, ഉപേക്ഷ ഉണ്ടായി. രാജീവ് ഗാന്ധിയുടെ ഭാഗത്ത് പാളിച്ചകളുണ്ടായി, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിയാണ് പള്ളി പൊളിച്ചതെന്ന് പറയാൻ പറ്റുമോ? അല്ല, പള്ളി പൊളിച്ചത് BJPക്കാരും ശിവസേനക്കാരും തന്നെയാണ്, അല്ലാന്ന് പറയാൻ പറ്റുമോ? മുരളി മനോഹർ ജോഷി അവിടെ ഉണ്ടായിരുന്നു. മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു പള്ളി പൊളിച്ചപ്പോൾ. ഉണ്ടായ സംഭവമല്ലേ? അതിൻ്റെ വിഷ്വൽസ് അവിടെ ഉണ്ടല്ലോ. പള്ളി പൊളിച്ചപ്പോൾ ഇവരൊക്കെ ആനന്ദ നൃത്തം ആടുകയാണ് ചെയ്തത്. മുരളി മനോഹർ ജോഷിയും അദ്വാനിയൊക്കെ സന്തോഷിച്ചു. നമ്മുടെ വാജ്പേയി അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രിമിനൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇവരൊക്കെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. അവരെന്തിനാണ് അവിടെ പോയത്? കാഴ്ച കാണാൻ പോയതാണോ? ഡിസംബർ 6-ാം തീയതി അവിടെ വല്ല കുംഭമേളയോ അല്ലെങ്കിൽ ആലുവ ശിവരാത്രി പോലെ എന്തെങ്കിലും ആഘോഷമോടെ നടന്നതല്ലല്ലോ. അവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ എന്താ സംഭവിക്കുന്നത്. ഞാൻ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറയാം. ഈ ഡിസംബർ 6-ാം തീയതിക്ക് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വക്കീൽ ഓഫീസിൽ വന്ന് BMSൻ്റെ ഒരു നേതാവ്, പേര് ഞാനോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, ഞാൻ അദ്ദേഹത്തോട് വെറുതെ പരിഹാസമായിട്ട് ചോദിച്ചു, എന്താണ് കർസേവയ്ക്ക് പോകുന്നില്ല ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, സാറേ, ഞങ്ങൾ ഈ മീശ വെച്ച് ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നത് തമാശക്കല്ല, ഇത്തവണ പള്ളി പൊളിക്കും. ഞാൻ അദ്ദേഹം പറയുമ്പോൾ തമാശയായിരിക്കുന്നു വിചാരിച്ചത്. ഈ പറഞ്ഞ ആൾക്ക് മീശയിലായിരുന്നു, അതേ ക്ലീൻ ഷേവ് ആയിരുന്നുള്ള വേറെ തമാശയാണ്. അപ്പോൾ അത് മീശ വെച്ച് ആണുങ്ങളായിട്ട് നടക്കുന്നത് തമാശക്കല്ല, അത് പള്ളി പൊളിക്കാനാണെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചില്ല. അത്തവണ പള്ളി പൊളിച്ചു. 6 മാസം കൂടുമ്പോൾ ഈ കർസേവ നടത്തുമായിരുന്നു, വെറുതെ പ്രതീകാത്മക കർസേവ. അവിടെ വരുന്നു, ആ രാമക്ഷേത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകുന്നു, ഈ ബാബറി മസ്ജിദ്, ഇത് കഴുകുന്നതാണ് ഇത്തവണത്തെ കർസേവ, പ്രതീകാത്മകമാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കിയത്. ആ പ്രതീകാത്മക കർസേവ നടത്തി അവസാനം യഥാർത്ഥ കർസേവ നടത്തി അത് പൊളിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അപ്പോൾ ഇത് ആദ്യമേ തീരുമാനിച്ചിരുന്നു. അതാണ് എറണാകുളത്തുള്ള BMSകാരന് വരെ മനസ്സിലായത് ഇത് പള്ളി പൊളിക്കാനാണ് പോയത്. അപ്പോൾ ഇതൊക്കെ ആദ്യമേ ഗൂഢാലോചനയുണ്ട്, നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, പള്ളി പൊളിക്കാൻ തീരുമാനിച്ചു, പള്ളി പൊളിച്ചു. അതുണ്ടായത്. അതാണ് ശ്രീ V. ശിവദാസൻ അക്കാര്യങ്ങൾ ലോകത്തിന് മുഴുവൻ അറിയാവുന്നതുമാണ്. അത് ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റത്തിനൊടുവിലായിരുന്നു, അത് പരസ്യമായ മുന്നേറ്റമായിരുന്നു എന്ന് ഉമാഭാരതി തന്നെയും പറയുന്നുമുണ്ട്. പക്ഷേ നോക്കൂ, ആ സാഹചര്യത്തിൽ നിന്ന് 25 വർഷക്കാലത്തിനിപ്പുറം മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്തുള്ളത്. നരേന്ദ്രമോദിയുടെ സർക്കാർ അതിശക്തമായിട്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കുകയാണ്. രാജ്യത്തെമ്പാടും അവർക്ക് അനുകൂലമായിട്ടുള്ള നില, രാഷ്ട്രീയമായിട്ട് അനുകൂലമായ നില നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ആരാധനയോടെ ലഭിക്കുന്നുമുണ്ട്. ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് ഭരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് കോടതിയിൽ ഹാജരാകാനായി വന്ന അദ്വാനിയെ അവിടെ ചെന്ന് സ്വീകരിക്കുകയാണ് ചെയ്തത്. വേറൊരു തരം രാഷ്ട്രീയാവസ്ഥ, രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടം ഉണ്ടായിടത്തേക്ക് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടിയാണ്, അതാണ് അതിലെ ശരിയായിട്ടുള്ള കാര്യം എന്ന് സ്ഥാപിച്ചെടുക്കാവുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയും ധൈര്യവും കരുത്തും
ഉള്ള രാഷ്ട്രീയ നേതൃത്വമാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ BJP. അതുകൊണ്ട് ഈ നടക്കുന്ന നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോകലുകൾ ആത്യന്തികമായിട്ടുള്ള ഗുണമാണ് BJPക്ക് ഉണ്ടാക്കുക എന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അതിനെ തടയാനോ എതിർക്കാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നത് മനസ്സിലാക്കുന്നുണ്ടോ? BJP ഇന്ത്യൻ രാഷ്ട്രീയ ചർച്ചയിൽ അയോധ്യയെ, രാമക്ഷേത്ര നിർമ്മാണത്തെ വലിയ നിലയിൽ പ്രതിഷ്ഠിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ 3 വർഷക്കാലത്ത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നേട്ടങ്ങളൊന്നും പറയാനില്ലാതെ, തൊഴിലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, മറ്റ് രാജ്യത്തിൻ്റെ പൊതു പുരോഗതി എടുത്താൽ, വിദ്യാഭ്യാസ മേഖല എടുത്തു കഴിഞ്ഞാൽ, എല്ലാ മേഖലയിലും പരാജിതമായിട്ടുള്ള ഒരു സർക്കാരായി നിൽക്കുമ്പോൾ ചർച്ചയെ ആകെ മാറ്റിത്തീർക്കണം എന്ന് അവരാഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ രാമജന്മഭൂമി പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ട് എങ്ങനെ ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ മുദ്രാവാക്യം ഇപ്പോഴും ഇന്നും BJP വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ്, ഞങ്ങൾ അയോധ്യ, അവിടെ ഞങ്ങളുടെ കടമ നിർവഹിച്ചു കഴിഞ്ഞു, ഇനി കാശി മധുര ബാക്കി ഹേ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ഞാനും നിങ്ങളും എല്ലാം കേൾക്കുന്നതാണ്. അങ്ങനെ അത്രമേൽ ആക്രോശിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന സംഘം ഇന്ത്യ രാജ്യത്തിനകത്ത് ഇനിയും ഇത്തരത്തിലുള്ള മതനിരപേക്ഷതയ്ക്ക് ഭംഗം വരുത്തുന്ന ചർച്ചകളും മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഉമാഭാരതിയുടെ വാക്കുകളിലൂടെ നാം കണ്ടത്. മറ്റു BJPയുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകളും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ശ്രീധരൻപിള്ള പൊതുവിൽ വളരെ സുന്ദരമായി, വളരെ ഏറെ അത്രയേറെയൊന്നും ഭീകരമായിട്ടുള്ള പദപ്രയോഗമൊന്നും അദ്ദേഹം മറ്റുള്ളവരെ പോലെ നടത്താറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഇത് വന്നില്ലെങ്കിലും മറ്റ് BJPക്കാരായിട്ടുള്ള RSSകാരായിട്ടുള്ള ആളുകൾ ചാനലിൽ കയറിയും അല്ലാതെയും എല്ലാം നടത്തുന്ന പദപ്രയോഗങ്ങൾ ഈ നിലയിൽ തന്നെ ഉള്ളതാണ് എന്നുള്ളത് നാം കാണുകയാണ്. ഞാൻ ശ്രീ ശ്രീധരൻപിള്ള താങ്കളിലേക്ക് വരാൻ, താങ്കളാണ് അവസാനിപ്പിക്കുക. അതിനു മുമ്പ് ഒരിക്കൽ കൂടെ ശ്രീ നീല ലോഹിദാസൻ നാടാറിലേക്ക്. ശ്രീ നീല ലോഹിദാസൻ നാടാർ, മതേതരത്വം എന്ന മൂല്യം പഴയ കാലത്തിൻ്റെതാണ്. ഈ കാലത്ത് അത് വിളിക്കപ്പെടുന്നത്, പ്രത്യേകിച്ചും ഭരണപക്ഷത്തിലുള്ള സംഘം വിളിക്കുന്നത് കപട മതേതരത്വം എന്നാണ്. ഇത് കപട മതേതരത്വത്തിൻ്റെ ആഘോഷമാണ് ഇത്രയും കാലം നടന്നിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് രാമക്ഷേത്ര നിർമ്മാണം. രാമക്ഷേത്ര നിർമ്മാണം എന്ന അജണ്ടയെ അവർ വളരെ പോസിറ്റീവായിട്ട് വിചാരിക്കുന്ന അജണ്ടയെ മുന്നോട്ട് വെക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമായിട്ടായിരിക്കണം ഒരുപക്ഷെ BJPയും സംഘപരിവാര സംഘടനകളും ഇതിനെ കാണുന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ അവരാണ് വിജയിക്കുക എന്നത് ഉറപ്പല്ലേ? ഇവർ കപട മതേതരവാദികളെന്ന് മറ്റുള്ളവർ വിളിക്കുന്ന ഇവർ കപട ദേശീയവാദികളാണ്. 1909 ഹിന്ദു മഹാസഭ പഞ്ചാബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രായ് മിൻറ്റോ പ്രോവിൽ എഴുതിയ കത്തിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്ത് നടക്കുന്ന നീക്കങ്ങളെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കും, അത് അടിച്ചമർത്തപ്പെടേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് അതിനടിച്ചമർത്താൻ നിങ്ങൾ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞവരാണ്. സവർക്കർ, ആൻഡോമൻ നിക്കവർ ജയിലിൽ കിടന്ന് നിന്നിട്ട് മാപ്പഴി കൊടുത്ത് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞു, ഇത് ഇന്ത്യൻ യുവാക്കളുടെ കർമ്മശക്തി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിക്കേണ്ടതല്ല, മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കേണ്ടതാണ് എന്നാണ്. 1985 മുതൽ ആദ്യം ഒരു ഗംഗാജലം കൊണ്ട് രാജ്യം മുഴുവൻ ചുറ്റി വർഗീയ വികാരം ആളിക്കത്തിക്കാൻ, എന്നിട്ട് ചുടുകട്ട അവിടെ ക്ഷേത്രം പണിയാനുള്ള കട്ടയാണെന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ ശിലാ പൂജ നടത്തി അത് കളക്ട് ചെയ്ത് അങ്ങനെ പോയി. അങ്ങനെ വർഗീയ വികാരം ഇളക്കിക്കൊണ്ടുവന്നിട്ട് അവസാനം ഒരു ഘട്ടത്തിലാണ് പ്രത്യേകിച്ചും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ നടപ്പിലാക്കാൻ നടപടി കൂടി സ്വീകരിച്ചപ്പോൾ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക അദ്വാനി രഥയാത്ര നടത്തിയത്. അന്ന് മുലായം സിംഗ് യാദവ് ശക്തമായി തടഞ്ഞതുകൊണ്ടാണ് അവർക്കത് കഴിയാതെ പോയത്. പിന്നെയാണ് ഇവർ ചെയ്തത്. അതിനുവേണ്ടി തന്നെയാണ് അവിടെ പോയത്. ആ കുറ്റത്തിൽ നിന്ന് ഇവർക്ക് ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. അതാണ് സ്ഥിതി. എന്തൊക്കെ ശ്രമിച്ച ഇവിടെ മുതലെടുപ്പ് നടത്താൻ പോയാലും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവരുടെ വർഗീയ അജണ്ട വിലപ്പോവില്ല എന്നുള്ളതാണ് ഇന്നത്തെ. അതാണ് ആ പ്രതീക്ഷയാണ് പ്രതിപക്ഷത്തുള്ളത്. പക്ഷേ നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ നീല ലോഹിദാസൻ നാടാർ, നമുക്കിത് അവസാനിപ്പിക്കാം ഈ ചർച്ച. ശ്രീ PS ശ്രീധരൻപിള്ള, ആ പ്രതീക്ഷയാണ്, ആ രാഷ്ട്രീയ വാഗ്വാദങ്ങളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ വാദങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതിനെ ഭയക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണസംഘത്തെയാണ് എല്ലായ്പ്പോഴും നമുക്ക് കാണാനുമാകുന്നത്. ഇപ്പോൾ തന്നെയും ഇത് ആർക്കൊക്കെ നഷ്ടമുണ്ടാക്കുമെന്ന് ചോദിച്ചാൽ അദ്വാനിക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരാനാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഉമാഭാരതിക്ക് സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അക്കാര്യത്തിലൊക്കെ പ്രതിപക്ഷം വലിയ എതിർപ്പ് കൊണ്ടുവന്നേക്കാം. പക്ഷേ അപ്പോൾ തന്നെയും രാമക്ഷേത്ര നിർമ്മാണം എന്ന പ്രധാനപ്പെട്ട അജണ്ട മുന്നിലേക്ക് വെക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമായി ഇതിനെ കാണാനാവുന്നതാണ്. രാമക്ഷേത്ര നിർമ്മാണം നടപ്പാക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരായിട്ട് ഈ സർക്കാരിനെ പിൽക്കാലത്ത് കാണാൻ ഒരുപക്ഷെ ആയേക്കും. അങ്ങനെയൊക്കെ നഷ്ടങ്ങൾ
ആദ്യഘട്ടത്തിൽ തോന്നിയാലും ഇതുപോലുള്ള ചർച്ചകളിലൊക്കെ ഈ വിഷയങ്ങൾ പഴയകാല ചരിത്രങ്ങളൊക്കെ മുന്നോട്ട് വന്ന് കേൾക്കേണ്ടി വന്നാലും ആത്യന്തികമായിട്ട് ലാഭമാണ് ഉണ്ടാവുക എന്ന രാഷ്ട്രീയ ആലോചന താങ്കളുടെ പാർട്ടി നേതൃത്വം നടത്തുന്നുണ്ടാകുമോ? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പറഞ്ഞോട്ട്. ഞങ്ങളതിനെ ആ ആരോപണങ്ങൾ യുക്തിഭദ്രമല്ലാത്തത് കൊണ്ട് അതിനെയെല്ലാം തള്ളിക്കളയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ആളുകളെല്ലാം CPI, CPM അല്ലെങ്കിൽ ജനതാ പാർട്ടി, എല്ലാ കക്ഷികൾ, കോൺഗ്രസ്, എല്ലാ കക്ഷികളെ സംബന്ധിച്ചും അവരുടെ നിലപാട് എക്കാലത്തും ഇങ്ങനെയായിരുന്നു. അതിനെതിരായിട്ട് ജനവിധി തേടിക്കൊണ്ട് തന്നെയാണ് BJP ഇന്ത്യയിൽ ഈ 3 തവണയും അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണം വേണമെന്നുള്ളത് അടിസ്ഥാനപരമായ പ്രതിബദ്ധതയാണ്. പക്ഷേ അതിന് സ്വീകരിക്കേണ്ട മാർഗങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്, ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടാണ് ഉള്ളത്. ഇതിന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം മാത്രം, RSSകാരും BJPക്കാരെല്ലാം മാറ്റി നിർത്ത്. നമ്മുടെ ഞാനിരിക്കുന്ന ഈ കോഴിക്കോട് നഗരത്തിൽ ഇപ്പം താമസിക്കുന്ന, അന്നത്തെ ഇതിൻ്റെ ചരിത്രപരമായ ഖനനത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന നമ്മുടെ കൊടുവള്ളിക്കാരനായ ഡോക്ടർ മുഹമ്മദ്, അത് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹമാണല്ലോ ഖനനം ചെയ്തത്. ആ ഖനനം ചെയ്തുകൊണ്ട് ചരിത്ര പണ്ഡിതനായ അദ്ദേഹം, റിസർച്ച് ചെയ്യുന്ന അദ്ദേഹമാണ് ആ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് അത് രാമക്ഷേത്രമായിരുന്നുവെന്ന് എഴുതി വെക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതെല്ലാം ഉണ്ടായാലും അന്ധമായ BJP വിരോധം, അന്ധമായ ശ്രീരാമവിരുദ്ധ വികാരം ഉള്ള ആളുകൾ, അത്തരം ആളുകളുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കാൻ തയ്യാറില്ല. ഭാരതമാതാ കീ ജയ് എന്ന് വിളിക്കരുത്, ഇന്ത്യ 16 പരമാധികാര റിപ്പബ്ലിക്കാകണം, ഇന്ത്യ ഏകമല്ല എന്ന് പറഞ്ഞ് ആ നിലപാട് സ്വീകരിച്ച, ക്യാബിനറ്റ് മിഷൻ മെമ്മോറാണ്ടം കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നല്ല ഞങ്ങൾ ഇക്കാര്യത്തിൽ പാഠം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അപ്പോഴും ശ്രീധരൻപിള്ള, അപ്പോഴും നമ്മുടെ ഒരു കാലത്ത് ഇപ്പോഴും ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ടുള്ള മതേതരത്വം എന്ന മൂല്യങ്ങൾക്ക് ആഘാതമേൽപ്പിച്ച ഒരു സംഭവമായിട്ടും ആ സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടത്തിയ ആളുകളായിട്ടും ഇവരെ ചരിത്രം രേഖപ്പെടുത്തുകയില്ലേ? ഈ സംഭവത്തെ ചരിത്രം രേഖപ്പെടുത്തുകയില്ലേ? താങ്കളുടെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളെ ആ ആഘാതത്തിന് കാരണക്കാരായ ഗൂഢാലോചന നടത്തിയതായി കോടതി കണ്ട, കുറ്റാരോപണം നടത്തിയ ആളുകളായിട്ട് ചരിത്രത്തിൽ എഴുതപ്പെടുകയില്ലേ? കുറ്റാരോപണം ആർക്കെതിരായിട്ടും ചെയ്യാം. സനീഷിനെതിരായിട്ട് നാളെ എത്ര കേസ് വേണം ഞാൻ കൊടുക്കാം. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ രാജ്യത്ത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ, കേസുകളിൽ പെടാത്ത ഏറെ നേതാക്കന്മാരാണ് ഉള്ളത്. ഒരു കേസിലേക്ക് വ്യവസ്ഥാപിതമായ എൻ്റെ മാർഗത്തിലൂടെ നടപടികളിലേക്ക് പോയാൽ കുറ്റവാളിയാണെന്ന് ഇത്തരത്തിൽ കപട പ്രചരണം നടത്തി, കുപ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചാനൽ സംസ്കാരം അല്ലെങ്കിൽ അത്തരം പ്രചരണക്കാർ അന്ധമായ BJP വിരോധമുള്ളവരാണ്, നിഷ്പക്ഷരാണെന്ന് പറയരുത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ നീലലോഹിതദാസൻ നാടാർ, ശ്രീ B ശിവദാസൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഇടയ്ക്ക് ടെലിഫോണിലെത്തിയതിന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നന്ദി. സ്വാഭാവികമായിട്ടും വലിയ കേസാണ്, വലിയ കുറ്റാരോപണങ്ങളാണ്, വലിയ നേതാക്കളാണ്, വലിയ പാർട്ടിയാണ്. ലോകം തന്നെ ശ്രദ്ധിച്ച ബാബറി മസ്ജിദ് തകർക്കലുമായി ബന്ധപ്പെട്ട് ഇത്ര പ്രധാനപ്പെട്ടൊരു കേസ് വന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകളാണ് ഇതിലേക്ക് പോവുക. സ്വാഭാവികമായിട്ടും BJPക്ക് ആ ചർച്ചകളെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള വാദങ്ങളുണ്ടാകും. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇതിനകം തന്നെ സജീവമാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമാഭാരതി രാജിവെക്കുക അവരുടെ സ്ഥാനത്ത് നിന്ന് എന്നതാണ്. വരും ദിവസങ്ങളിലും ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടും. ഞങ്ങൾക്കൊപ്പം തുടർന്നതിന് നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.